നമ്മുടെ മന്ത്രി ചെന്നൈക്കാടന്റെ പുതിയ കണ്ണതിരവെന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഓ പിന്നെ നീ പറഞ്ഞ നാട്ടുകാര് വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളാച്ച. ചെവി കിട്ടുതാ. വേണ്ട വേണ്ട, നീ കടിച്ചു പറിക്കും. എന്നാ പിന്നെ എന്നെ ഉറക്ക വിളിച്ചു പറയാം. ആ പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ഞാൻ ചെവി തരാം. അതും എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ എന്താണ് നടന്നതെന്ന് സഹോദരിമാര് മുമ്പിലുള്ളതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവരുടെയൊക്കെ മുമ്പ് വെച്ച് അപ്പോ ചടങ്ങ് കഴിയുന്നതുവരെ ഒരു മേളം തന്നെ ആയിരിക്കും. പണ്ട് കാലത്ത് ചില കുറിച്ച് പറയും നടന്ന് പെടുക്കുക എന്ന് കേട്ടു. നടന്ന് പൂശുന്ന ആദ്യമായിട്ട് നടന്ന് പൂശുന്ന ആദ്യമായിട്ട് വെക്കുക. തൊഴിൽ രഹിതരായ വിത്തുകാളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം എംഎൽഎയുടെ വീട്ടു പതിക്കല് കുട്ടന്റെ നേതൃത്വത്തില് വേലു നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ ആദ്യം ഈ വിദ്വാനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ അന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ അവരെ ഇന്റർവ്യൂ നടത്തിയതാരാ? ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അന്ന് ഇന്ത്യ വിഷന്റെ ഇന്റർവ്യൂ നടത്തിയത് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്റർവ്യൂ കാരണം സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. I didn't understand what it was about. എന്റെ മോനം കൊടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. അതിൽ തന്നെ മുകേഷിന്റെ മുൻ ഭാര്യ പറഞ്ഞത് ഇയാൾക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഒരുതരം ഞരമ്പ് രോഗമാണ്. And bringing women to my house, whoever he was connected with, he'll bring them home, drink and beat me up. What do you call this kind of person? എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത്? പെണ്ണുങ്ങള് റെസ്പെക്ട് അങ്ങനെ എല്ലാരും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യമായി. അങ്ങനെ അവസാനം ഇവര് ഡൈവോഴ്സ് ചെയ്തു പോയി. അപ്പോഴാണ് രണ്ടാമതൊരു വിവാഹം കഴിച്ച് അത് സിനിമാ നടിയെ തന്നെ മേതിൽ ദേവിക. ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറയെ വരച്ചാൽ മതിയായി. അപ്പോ ആദ്യം ഇലക്ഷൻ മത്സരിക്കുമ്പോ ഈ രണ്ടാം ഭാര്യ ഒപ്പം തന്നെയുണ്ട്. കാരണം ഈ സരിതാ പ്രശ്നം പുറത്തു വരാതിരിക്കാൻ, അങ്ങനൊന്നുണ്ടോ? ആദ്യ ഭാര്യയുടെ പ്രശ്നം പുറത്തു വരാതിരിക്കാൻ രണ്ടാം ഭാര്യയെ കൊണ്ട് എല്ലായിടത്തും വോട്ട് ചെയ്യിക്കാനൊക്കെ പോയിരുന്നു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് പിന്നെ രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോ ഇവരെ കാണാനില്ല. ഇലക്ഷൻ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പത്മജ പോയി. ഇവര് പറഞ്ഞു ഇനി ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ഇല്ല, ഞാൻ പിന്നെ ഇലക്ഷൻ കാലത്ത് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്ന. ഇവിടത്തെ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, പറഞ്ഞു കൊടുക്കണ ഈ കഴിഞ്ഞ 4.5 കൊല്ലം ഇത് അടയിരുന്നല്ലോ ഈ റിപ്പോർട്ടിന്റെ മേലെ. ആദ്യ ഇലക്ഷൻ കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞപ്പോഴാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ നിനക്ക് വിവരമില്ലെങ്കിലും നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. നിങ്ങൾ മുകേഷിനെ വീടിന് സ്ഥാനാർത്ഥിയാക്കുമ്പോ നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി. സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മാന്യന്റെ പേര്. പക്ഷെ പ്രസിദ്ധീകരിച്ച് ആ പേജ് ഒഴിവാക്കി. സാറിനെപ്പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ കോമളൻ ആളൊരു വിവരദോഷിയാണെങ്കിലും ഈ പറഞ്ഞത് ദോഷമില്ലാത്ത വിവരമാണ്. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.